ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഷവോമി പുറത്തിറക്കിയ ഏറ്റവും പുതിയ 3 ഡിവൈസുകളാണ് റെഡ്മി 6, റെഡ്മി 6A, റെഡ്മി 6 Pro. ഈ വീഡിയോയിൽ നമ്മൾ റെഡ്മി 6 Proയുടെ വിശേഷങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോകൾ തയ്യാറാക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അത്തരത്തിലുള്ള വീഡിയോകൾ തയ്യാറാക്കി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. റെഡ്മി 6 Proയുടെ വിശേഷങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ പിൻഭാഗത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റലാണ്. IPS LCD ഡിസ്പ്ലേ 16 മില്യൺ കളേഴ്സിലുള്ളതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. 5.84 ഇഞ്ചസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ്. നോട്ടോട് കൂടിയുള്ളതാണ് ഈ ഒരു ഡിസ്പ്ലേ. 1080p റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 19:9 ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ ആസ്പെക്ട് റേഷ്യോ. ഇവിടെ കമ്പനി ഈ ഡിസ്പ്ലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊട്ടക്ഷനുകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അടുത്തതായിട്ട് ഈ ഡിവൈസ് വരുന്നത് ആൻഡ്രോയിഡ് ഓറിയോയിലാണ്. സ്നാപ്ഡ്രാഗൻ്റെ 625 എന്ന പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ 2 സിം കാർഡുകൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 2 സിം കാർഡുകളിലും വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഫോണിന്റെ മെമ്മറിയെ കുറിച്ച് പറയുന്ന സമയത്ത് 256 GB വരെയുള്ള ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഈ ഒരു ഫോണിലുണ്ട്. ഇന്റേണൽ സ്റ്റോറേജിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 3 GB റാമിൽ 32 GB സ്റ്റോറേജ്, 4 GB റാമിൽ 64 GB സ്റ്റോറേജ് എന്നിങ്ങനെ 2 വേരിയന്റ് ആയിട്ടാണ് ഈ ഡിവൈസ് മാർക്കറ്റിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഫോണിന്റെ റിയർ ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 12 മെഗാ പിക്സലിന്റെയും 5 മെഗാ പിക്സലിന്റെയും 2 AI ഡ്യുവൽ ക്യാമറകളാണ് ഇതിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസ്, 2.2 അപ്പർച്ചർ, AI പോർട്രേറ്റ് മോഡ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലറിംഗ്, നൈറ്റ്സ്കേപ്പ് ഒപ്റ്റിമൈസേഷൻ, HDR, EIS, ബേഴ്സ്റ്റ് മോഡ് തുടങ്ങിയവയാണ് ഈ ക്യാമറയുടെ പ്രത്യേകതകളായിട്ട് കമ്പനി പറയുന്നത്. 1080p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡ്, 720p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡ്, 480p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡ്, 720p വീഡിയോ 120 ഫ്രെയിം പെർ സെക്കൻഡ് സ്ലോ മോഷനിലും ഈ ഒരു ഫോണിന്റെ റിയർ ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 5 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ്, സിംഗിൾ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. AI ഫേസ് അൺലോക്ക്, AI പോർട്രേറ്റ് മോഡ്, AI ബ്യൂട്ടി, സെൽഫി ടൈമർ, ഫ്രണ്ട് ക്യാമറ, HDR തുടങ്ങിയവയാണ് ഈ ക്യാമറയുടെ ഫീച്ചേഴ്സ് ആയിട്ട് കമ്പനി പറയുന്നത്. ഇതിൽ 3.5mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോണിനകത്തുള്ള സെൻസറുകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്, ഇൻഫ്രാറെഡ് പോർട്ട് ഉണ്ട്, ഇലക്ട്രോണിക് കോമ്പസ് ഉണ്ട്, ഗൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ, ആംബിയന്റ് ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ എന്നീ സെൻസറുകളെല്ലാം ഈ ഒരു ഫോണിനകത്തുണ്ട്. ഇനി നമ്മൾ ഈ ഫോണിന്റെ ബാറ്ററി നോക്കുന്ന സമയത്ത് 4000 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഉള്ളതായി കമ്പനി പറയുന്നില്ല. പക്ഷേ ഇതിനകത്തുള്ള സ്നാപ്ഡ്രാഗൺ 625 എന്ന പ്രൊസസ്സർ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാസ്റ്റ് ചാർജർ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു ഫോണിന്റെ ബോക്സിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് സാധാരണ 5 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്റർ ആണ്. ഇനി നമുക്ക് ഈ ഫോണിന്റെ വില എത്രയാണെന്ന് നോക്കാം. 3 GB റാമിൽ 32 GB വേരിയന്റിന് 10,999 രൂപയാണ് വില. 4 GB റാമിൽ 64 GB സ്റ്റോറേജ് ഉള്ള ഡിവൈസിന് 12,999 രൂപയാണ് വില. ഈ ഡിവൈസ് നമുക്ക് റെഡ്, ഗോൾഡ്, ബ്ലൂ, ബ്ലാക്ക് എന്നിങ്ങനെ 4 കളറുകളിലായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയെല്ലാമാണ് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഓവറോൾ നമ്മൾ ഈ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമുള്ള ഡിവൈസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഏറെക്കുറെ ഭേദപ്പെട്ട സ്പെക്സ് ഒക്കെ തന്നെ ഈ ഒരു ഡിവൈസിനകത്തുണ്ട്. പക്ഷേ ഇവിടെ എനിക്കൊരു സംശയം, ഷവോമി മത്സരിക്കുന്നത് ഷവോമി ഫോണുകളോട് തന്നെയാണോ? കാരണം ഈ ഒരു പ്രൈസിന് തന്നെ നമുക്ക് റെഡ്മി വൈറ്റ് ലഭിക്കുന്നുണ്ട്. ആ ഒരു 12,999 രൂപയ്ക്ക് നമ്മൾ ഈ ഡിവൈസ് വാങ്ങുന്നതിൻ്റെ പകരം ഒരു 2000 രൂപയുടെ കൂട്ടി കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 5 Pro കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ പ്രൈസ് ഡിഫറൻസിനുള്ള ഒരുപാട് ഡിവൈസുകൾ നമ്മളെ കൺഫ്യൂഷൻ ആയിക്കൊണ്ട് തന്നെ ഷവോമി തന്നെ തരുന്നുണ്ട്. പിന്നെ ഇതേ ഒരു ഡ്യുവൽ ക്യാമറ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് റിയൽമി 2 കിട്ടുന്നുണ്ട്. ഇപ്പോൾ റിയൽമി 2 Pro വരാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫറൻസ് ഒക്കെ ആയിട്ട് ഫോണിൽ ഇറങ്ങി കഴിഞ്ഞാലേ മാർക്കറ്റിൽ പിടിച്ചു വയ്ക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക. ദെൻ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം. ബൈ.